അനുദിന പ്രദീപം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് നടന്ന സംഭവങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഏത് കാലത്തും ജനത്തെ ശരിയായ നിലയിൽ നയിക്കുവാൻ കഴിയുന്ന ചിലർ നേതൃനിലയിൽ ഉണ്ടായിരിക്കണമെന്നതാണ്. ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ചുകൂടാത്ത മ്ലേച്ഛമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. ബെന്യാമിൻ ഗോത്രം തന്നെ നശിച്ചു പോയേക്കുമോ എന്ന ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായി. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നുവെന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചത്. വെളിപ്പാട് എന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നും സഭകളിലും സമൂഹങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. സഭകളിൽ ആത്മീയ യോഗ്യതയുള്ള ശുശ്രൂഷകരുടെ അഭാവം ജനത്തെ സഭകളിൽ നിന്ന് അകറ്റിക്കളയുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നവരും വഴക്കടിക്കുന്നവരുമായവരുടെ അമാതൃക ഇളം തലമുറയെ സാരമായി ബാധിക്കുന്നു. സഭകളെ നയിക്കുന്നവർ മാതൃകയുള്ളവരല്ലെങ്കിൽ അവരെ അനുസരിക്കുവാൻ ജനങ്ങൾ തയ്യാറാകുകയില്ല. കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ അവസ്ഥ. സഭകളെ നയിക്കുവാൻ ആത്മീകരായവർ നേതൃനിരയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ദൈവിക ദർശനം ലഭിച്ചവർക്ക് മാത്രമേ ജനത്തെ ദൈവിക വഴിയിൽ നടത്തുവാൻ കഴിയുകയുള്ളൂ. ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മോശ ദൈവത്തോടൊത്ത് സീനായി പർവ്വതത്തിൽ കഴിയുമ്പോൾ ജനം പർവ്വതത്തിന്റെ താഴ്വരയിൽ കെട്ടഴിഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് മോശ ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ആജ്ഞാപിക്കുന്നതനുസരിച്ച് ലേവ്യർ മുമ്പോട്ട് വരികയും അവർ ദൈവത്തിനു വേണ്ടി വീര്യം പ്രവർത്തിച്ചതിനാൽ 3000 പേർ സംഹരിക്കപ്പെടുകയും ചെയ്തു. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി എന്ന തിരുവെഴുത്ത് ഈ കാലഘട്ടത്തിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് ശാസിക്കുന്നത് നാം തിരുവഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം ചാട്ടവാറ് ചുഴറ്റി പുറത്താക്കിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന കാര്യം കർത്താവ് ഇവിടെ വ്യക്തമാക്കി. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആദ്യം ശുദ്ധീകരണം നടക്കേണ്ടത് നമ്മിൽ തന്നെയാണ്. നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ തന്നെയാണ് ആ ശുദ്ധീകരണം ആരംഭിക്കേണ്ടത്. അത് നമ്മുടെ ഭവനങ്ങളിലും അതുപോലെ സഭകളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏത് കാലത്തും ഒരു ആത്മീയ ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാതെ പ്രാകൃതരായി ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാടനുസരിച്ച് ദൈവവഴിയിൽ നടക്കുവാൻ കൃപ ചെയ്യട്ടെ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നവർ ഒടുവിൽ ചെന്നെത്തുന്നത് നിത്യമായ നാശത്തിലേക്കായിരിക്കും. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നുവെന്ന് തിരുവെഴുത്തമ്മയെ ഓർപ്പിക്കുന്നു. ഒരു കാലത്ത് നാം ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ട്, വിശുദ്ധമായൊരു പാതയുണ്ട്, ദൈവാത്മാവിൻ്റെ ആലോചനയുണ്ട്. ജനത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ട കർത്താവ് അവരോട് മനസ്സലിഞ്ഞ് അവരുടെ ആത്മീയവും ഭൗമികവുമായിട്ടുള്ള ആവശ്യങ്ങളിൽ കരുണ കാണിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. കർത്താവ് ജനത്തെ ഇന്നും തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ, ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ജനത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ദൈവം ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല.
നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്നുള്ള ന്യായവിധിയുടെ മുന്നറിയിപ്പാണ് കർത്താവ് ജനത്തിന് നൽകുന്നത്. പ്രിയരെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ വചനം അനുസരിച്ച് മുമ്പോട്ട് വരാം. കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ച് ദൈവവഴിയിൽ നടക്കുവാൻ, ദൈവഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ ആലോചന കൂടാതെ, ദൈവ വഴിയിൽ നടക്കാതെ അശുദ്ധിയിൽ ജീവിക്കുന്നവരും ബോധിച്ചതുപോലെ ജീവിക്കുന്നവരും വർദ്ധിച്ചു വരുമ്പോൾ ഈ വല്ലാത്ത തലമുറയിൽ ദൈവഹിതം ചെയ്യുന്നവരും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നടക്കുന്നവരുമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് സ്തോത്രം. ദൈവഹിതത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർ ദൈവവഴിയിലേക്ക് വരുവാനും അവർ മാനസാന്തരപ്പെടുവാനും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നടക്കുവാനും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.